കണ്ടിട്ടുണ്ടെങ്കിൽ വീട്ടിലെ ശല്യക്കാരായി മാറിയിരിക്കുന്ന എലികളെയും പല്ലികളെയും പാറ്റകളെയും എല്ലാം തുരത്താൻ നമുക്കൊരു മുട്ടത്തോട് മാത്രം മതി. അതെങ്ങനെയാണെന്ന് യൂസ് ചെയ്യുന്ന കണ്ടു നോക്കാം. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് ടിപ്പ്, കുറച്ച് മുട്ട ഞാനിവിടെ പുഴുങ്ങുന്നുണ്ട്. ഈ പുഴുങ്ങുന്ന വെള്ളം ഉണ്ടല്ലോ, അതാരും ഒഴിച്ച് കളയരുത്. നമുക്ക് ഈ വീട്ടിൽ പെറ്റുപെരുകി വരുന്ന ഈ എലികളെ പല്ലികളെ ഒക്കെ വീട്ടിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് ഓടിക്കാൻ ഈ ഒരു വെള്ളവും മുട്ടത്തോടും മാത്രം മതി. അതെങ്ങനെയാണെന്ന് ചെയ്യുന്നൊക്കെ കണ്ടു നോക്കാം. ഞാൻ ഇപ്പം മുട്ടയുടെ ആ ഒരു വെള്ളം ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുന്ന സവോളത്തൊലിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉള്ളിയൊക്കെ അരിയുന്നൊരു തൊലി കളയാറല്ലേ പതിവ്. നമുക്ക് ഇതിലേക്ക് ഇട്ട് വെക്കാം. അപ്പോൾ ഇത് നല്ലപോലെ സോക്കാണ്. ഈ വെളുത്തുള്ളിയുടെ തൊലി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, നമുക്ക് പച്ചമുളകിൻ്റെ തണ്ടുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. വളരെ നല്ല എഫക്റ്റ് കൂടിയ ഒരു സൊല്യൂഷനാണ് ഇത് കേട്ടോ. അപ്പോൾ മുട്ടയുടെ ഒരു സ്മെല്ല് ഈ വെള്ളത്തിനുണ്ട്. ഇത് നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലും അതുപോലെ കൃഷി സ്ഥലങ്ങളൊക്കെ നശിപ്പിക്കുന്ന പെരിച്ചാരികളെയൊക്കെ തുരത്താൻ വളരെ നല്ലതാണ് കേട്ടോ. ഇത് നല്ലപോലെ സോക്കായി കഴിയുമ്പോഴത്തേക്ക് ഇത് കണ്ടില്ലേ, നല്ലൊരു കളർ അതിലേക്ക് വരും. കാരണം നമ്മുടെ ഈ സവോളയുടെ തൊലിയൊക്കെ നല്ല ഇതിൻ്റെ ആ സത്ത് ഫുള്ളും അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതേ രീതിയിലായിരിക്കും വെള്ളം. പക്ഷേ ഈ സൊല്യൂഷൻ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് സ്പ്രേ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഇതിനൊരു സ്മെല്ലുണ്ടല്ലോ, അത് നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റുന്ന ഒരു വിധം കൂടെ ഞാൻ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. എന്നിട്ട് ഞാൻ അത് ഒന്ന് അരിച്ചെടുത്തിട്ട് ഒരു കുപ്പിയിലേക്കാണ് ഞാൻ മാറ്റുന്നത്. നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലാണെങ്കിലും മാറ്റാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ കളർ, കണ്ടില്ലേ, ഈ ഒരു കളറിലാണ് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ അതൊരു സൂത്രം കൂടെ ചേർത്ത് പറയാൻ വിട്ടുപോയതാണ്, കല്ലുപ്പാണ് കേട്ടോ. ഈ കല്ലുപ്പും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണം നമ്മൾ കുപ്പിയിലേക്ക് ആക്കിയിട്ട് ഒന്ന് കുപ്പിയുടെ അടപ്പിന് 2 ഹോളിട്ട് കൊടുത്തിട്ട് ഒന്ന് സ്പ്രേ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനായിട്ട് നമ്മുടെ ചെടിയുടെ അവിടെ ഇത് കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, എലി പെരിച്ചാരി ഫുള്ള് എലി ചെടിയുടെ വശം ഫുള്ള് നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. അത് ഫുള്ള് ഹോളാക്കി ഇട്ടിരിക്കുകയാണ്. ചെടി ഫുള്ളും വെട്ടിക്കളഞ്ഞതാണ്. അത് അങ്ങനെ കല്യാണ സൗഗന്ധിയും ഫുള്ള് ഷിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു വശത്തേക്ക് ഇതുകൊണ്ട് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് ഇടാം. ഇങ്ങനെ കുപ്പിയിലൊരു ഹോളിട്ട് കൊടുക്കുക, എളുപ്പത്തിൽ നമുക്ക് ആ ചെടിയുടെ ചോട്ടിലെല്ലാം ഒഴിക്കാൻ പറ്റും. സ്പ്രേ ബോട്ടിലാകുമ്പോൾ അത് കുറച്ച് ഇതായിട്ടല്ലേ വീഴത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ കുപ്പിക്കൊരു ഹോളിട്ട് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ കുപ്പിയിൽ തന്നെ നിങ്ങൾ എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇത് കണ്ടില്ലേ, അടുത്തത് ഇതൊരു എലിമാളമാണ്, കണ്ടില്ലേ, വലിയൊരു മാളമാണ് കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ചൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ പരിസരങ്ങളിലെല്ലാം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ എലിയെ പിടിക്കാൻ വരുന്ന പാമ്പുകളെയൊക്കെ തൊടുത്താൻ നല്ലതാണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. ഇനി സെക്കൻഡ് ടിപ്പിലേക്ക് പോവാം. ഞാൻ ആ സവോളയുടെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അത് കുറച്ച് വേറെ ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ബൗളിലേക്ക് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് സൂത്രം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ വീടുകളിൽ പല്ലിയുടെ പാറ്റാടി എലിയുടെ ഒക്കെ ശല്യം വരുമ്പോൾ നമുക്കിത് സ്പ്രേ ചെയ്ത് വെക്കോ. നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് ഐറ്റംസിൽ, അതായത് തേങ്ങ ചെറുകേൻ്റെ അകത്തോ അല്ലെങ്കിൽ ചോറിൻ്റെ അകത്തോ ഒഴിച്ച് വെക്കുവാണെങ്കിൽ എലികളും പല്ലികളുടെ ഒക്കെ വയറ്റി ചെല്ലുമ്പോൾ അത് നിങ്ങൾ വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് പോകുന്നതാണ്. ഇപ്പോൾ ഞാൻ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് ഞാനിപ്പോൾ വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നാരങ്ങ നീരൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട്, സവോളയുടെ ഒന്നും സ്മെല്ല് നമ്മുടെ വീടിനുള്ളിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കംഫർട്ടും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ പൗഡർ ആണെങ്കിലും മതി. അതിനുശേഷം നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മുടെ വീട്ടിൽ ഉറുമ്പുകൾ, പല്ലികൾ, പാറ്റകളൊക്കെ ഇരിക്കുന്ന വശങ്ങളിലെല്ലാം ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. വീടിൻ്റെയൊക്കെ ഭിത്തികളിലെ വിടവുകളിലൊക്കെ പല്ലിയും പാറ്റയും ഒക്കെ ഒരുപാട് ഇരിക്കാൻ സാധ്യത കൂടുതലാണ്. ആ ഒരു വശങ്ങളിലെല്ലാം ഇതൊന്ന് ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അത് ഇതുപോലെ തന്നെ സ്പ്രേ ബോട്ടിലേക്ക് അല്ലെങ്കിൽ കുപ്പിയിലേക്ക് ആക്കി എടുത്തതിന് ശേഷം ഉറുമ്പുകൾ കണ്ടില്ലേ, ഉറുമ്പ് വരുന്ന ഭിത്തി വഴിയൊക്കെ ഉറുമ്പ് വരുന്നുണ്ട്. ആ വശത്തെല്ലാം നമുക്ക് പുറകിൽ ഭാഗത്ത് ഭയങ്കര ഉറുമ്പിൻ്റെ ശല്യമായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗത്തേക്കെല്ലാം ഞാൻ കൊണ്ടുവന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. നല്ലൊരു എഫക്റ്റാണ് കേട്ടോ. പിന്നെ ആ ഉറുമ്പുകൾ അതൊന്നും ആ വശത്ത് പോലും വന്നിട്ടില്ല, അത്രയ്ക്ക് നല്ല എഫക്റ്റാണ്. അതുപോലെ തന്നെ ഭിത്തിയൊക്കെ ഇത് കണ്ടില്ലേ, ചെറിയ വെടുവുകളുള്ള ഭാഗങ്ങളിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. പല്ലി പാറ്റ ഒക്കെ അതിനുള്ളിൽ കയറി ഇരിപ്പുണ്ടെങ്കിൽ രാത്രിയിലാണ് അത് ഇറങ്ങാറുള്ളത്. അപ്പോൾ നമ്മുടെ ഫുഡ് സാധനങ്ങളൊക്കെ എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അതിൻ്റെ അകത്തെല്ലാം വീഴുകയും വിഷാംശമൊക്കെ ഉണ്ടാകുകയൊക്കെ ചെയ്യും. നമുക്ക് തന്നെ അത് ദൂഷ്യമാണ്. അതുകൊണ്ട് ആ ഒരു വശത്തെല്ലാം ഒന്ന് ഒഴിച്ചിടുവാണെങ്കിൽ ആ വശത്ത് വരത്തില്ല, വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് പോകുന്നതായിരിക്കും. പിന്നെ നമ്മൾ കിച്ചൺ സ്ലാബിലാണെങ്കിലും ഇതുപോലെ ഭിത്തി വഴിയൊക്കെ ആണെങ്കിലും ഉറുമ്പ് വരുന്നുണ്ടെങ്കിൽ പല്ലി പാറ്റ എലികളൊന്നും വരാതിരിക്കാൻ നിങ്ങൾക്കിത് ഇതേ രീതിയിൽ ചെയ്താൽ മതിയാവും. ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഒന്ന് തുടച്ചിട്ടാൽ മതി. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി മൂന്നാമത്തെ ടിപ്പിലേക്ക് പോകാം.
ഇനി അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുട്ടത്തോടാണ്. നമ്മൾ എന്തോരം മുട്ടയാണ് പുഴുങ്ങുകയും അതുപോലെ തന്നെ പൊരിക്കാനൊക്കെ എടുക്കുന്നതല്ലേ. അപ്പോൾ അതിൻ്റെ തോടൊക്കെ നമ്മൾ വലിച്ചെറിയാറല്ലേ പതിവ്. ഇനി ആരും വലിച്ചെറിയരുത്. ഇതുപോലെയൊക്കെ വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നമുക്ക് കത്രികയും കൊണ്ട് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിടണം. കാര്യം ഇത് നല്ലപോലെ മുട്ടയൊക്കെ പൊട്ടിച്ച് നമ്മൾ പൊരിക്കുവാണെങ്കിൽ മുട്ടത്തോടൊന്ന് കഴുകി എടുത്തതിന് ശേഷം വേണം നിങ്ങൾ ഇത് യൂസ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ പുഴുങ്ങുന്ന മുട്ടയുടെയാണ് കഴുകേണ്ട കാര്യമില്ല കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ കത്രികയും കൊണ്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. കത്രികയും കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ രണ്ടുണ്ട് ഗുണം. ഒന്ന് എലികളെയും പല്ലികളെയും പാറ്റായനും എല്ലാം തുരുത്താനും അതുപോലെ തന്നെ കത്രികയ്ക്ക് നല്ല മൂർച്ച കിട്ടാനും സഹായിക്കുന്നതാണ് കേട്ടോ മുട്ടത്തോട്. അപ്പോൾ അതേ ഞാൻ കുറച്ച് മുട്ടത്തോട് ഇവിടെ നല്ലപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലാണ് വെച്ച് കൊടുക്കുന്നത്. കാര്യം മുട്ടത്തോടിൻ്റെ സ്മെല്ല് എലികൾക്കോ പല്ലികൾക്കോ പാറ്റകൾക്കോ ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ എലികൾ ശല്യം ഒത്തിരി കൂടുതലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കാൻ ഇഷ്ടമല്ലെങ്കിൽ മുട്ടത്തോടോട് കൂടി വെക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ആ സ്മെല്ലടിച്ചിട്ട് ആ വീടിൻ്റെ പരിസരത്ത് പോലും അത് വരത്തില്ല. 100% റിസൾട്ട് കിട്ടിയ അടിപൊളി ടിപ്പാണ്. അതുപോലെ തന്നെ നമ്മുടെ വെന്റിലേഷൻ ഭാഗമാണെങ്കിലും അതുപോലെ നമ്മുടെ കതകിൻ്റെ ഭാഗമാണെങ്കിലും എവിടെയാണെങ്കിലും ജനലിൻ്റെ അവിടെ ഈ പല്ലിയൊക്കെ വരുന്ന ഏത് ഭാഗമാണ് അവിടെ എല്ലാം നിങ്ങൾ ഇത് കുറച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ആ വർഷത്തൊന്നും പല്ലി ശല്യം ഉണ്ടാകത്തേ ഇല്ല. അതുപോലെ എലി ശല്യം ഉണ്ടാകത്തില്ല. പിന്നെ നമ്മുടെ ഈ ചെടികളൊക്കെ മാന്തി കളയുന്ന ഒരു ഭാഗമുണ്ടല്ലോ, ഈ പെരിച്ചാരികൾ എലികളൊക്കെ മാന്തി കളയില്ല, അവിടെയെല്ലാം ഈ മുട്ടത്തോടിൻ്റെ ഈ പൊടിച്ചിട്ട് കൊണ്ടിടുവാണെങ്കിൽ മുട്ടത്തോടിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ചെടികൾ വളർത്താൻ സഹായിക്കും. നല്ലപോലെ ചെടികളൊക്കെ പൂവിടാനും സഹായിക്കും മുട്ടത്തോട്. അതുപോലെ എലികളെ പല്ലികളെ പാമ്പുകളൊന്നും ആ വശത്ത് വരുത്തുമില്ല. അപ്പോൾ അതും ചെയ്തു നോക്കൂ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. അടുത്ത ടിപ്പിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിരിക്കുന്നത്. ഈ ഉരുളക്കിഴങ്ങും കൊണ്ട് നമ്മുടെ വീട്ടിലെ ആറ്റകളെ എല്ലാം ഓടിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഉരുളക്കിഴങ്ങ് എടുക്കുക. കാര്യം ഈ പച്ചക്കറി സാധനങ്ങളെല്ലാം എവിടെ വെച്ചാലും ഈ പല്ലികളും പാറ്റകളും എലികളും ഒക്കെ തിന്ന് നശിപ്പിച്ച് വെക്കാറുണ്ടല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ഇതേ രീതിയിലൊന്നും എടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ യൂസ് ചെയ്യുന്ന വിഷാംശങ്ങളൊന്നുമില്ലാതെ തന്നെ നമ്മുടെ വീട്ടിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും കൃഷിസ്ഥലങ്ങളിൽ നിന്ന് എവിടെ കൊണ്ടുവച്ചാലും എലികൾ ഇതെടുക്കുമെന്ന് ഉറപ്പാണ്. ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് സ്ക്രബ്ബറാണ് കേട്ടോ. നമ്മൾ പാത്രം കഴുകാൻ മാത്രമല്ല ഇതെടുക്കുന്നത്, ഇതിനും വളരെ നല്ലതാണ്. ഇച്ചിരി സ്ക്രബ്ബറും കുറച്ചെടുത്താൽ മതി. ഒന്ന് ഇതുപോലെ കത്രികയും കൊണ്ടൊന്ന് കട്ട് ചെയ്തിടുവാണെങ്കിൽ കത്രികയ്ക്കും മൂർച്ച കിട്ടും. അതുപോലെ തന്നെ എലികൾ വീട്ടിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് പോകുന്നുണ്ട്. പിന്നെ ജന്മത്തെ നമ്മുടെ വീടിൻ്റെ പരിസരത്തെ വീട്ടിൽ അത് വരത്തില്ല, കൂട്ടത്തോട് ചത്തു പോകുന്നതായിരിക്കും. എന്നിട്ട് കണ്ടില്ലേ, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ടൊന്ന് എന്തെങ്കിലും വേണമല്ലോ. ഇത് മാത്രം വെച്ചാൽ പോരല്ലോ. അതിപ്പോൾ അതിലേക്ക് കുറച്ച് ചോറും കൂടി ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ബിസ്ക്കറ്റ് പൊടി ഉണ്ടെങ്കിൽ നല്ലതാണ്, അല്ലെങ്കിൽ മാവുണ്ടെങ്കിൽ നല്ലതാണ്. നിങ്ങൾക്ക് എന്താണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക വീട്ടിലുള്ളത് അത് മാത്രം ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി വേറെ ഒന്നിൻ്റെ ഒരു ആവശ്യമില്ല. പിന്നെ ഞാൻ ഇവിടെ എടുക്കുന്നത് ഇത് വെച്ച് കൊടുക്കാനായിട്ട് നമ്മുടെ നല്ല പാത്രങ്ങളൊന്നും എടുക്കരുത്. പകരം നമുക്ക് ചിരട്ടയോ പഴയ എന്തെങ്കിലും ഒരു പാത്രങ്ങളുണ്ടെങ്കിൽ എടുക്കുക. ഇപ്പം ഞാൻ തേങ്ങ ഒക്കെ ഇച്ചിരി പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു ചിരട്ടയാണ് എടുത്തിരിക്കുന്നത്. ഈ ചിരട്ടയിലേക്ക് അതൊന്ന് ഉരുളകളാക്കി കൊണ്ടുവച്ചിട്ട് എലിമട എവിടെയാണോ എലിയുടെ ശല്യം എവിടെയാണോ നിങ്ങൾക്ക് വീടിനുള്ളിൽ വേണേൽ നിങ്ങൾക്ക് വെക്കാം, ഗ്യാസ് അടുപ്പിൻ്റെ അടിയിൽ വെക്കാം, ഫ്രിഡ്ജിൻ്റെ അടിയിൽ വെക്കാം. നമ്മൾ ആളനക്കോ ഇല്ലാതെ കിടക്കുന്ന മുറികളിലാണെങ്കിലും എലി ശല്യം കൂടുതലുണ്ടെങ്കിൽ അവിടെ വെക്കാം. നിങ്ങൾക്ക് എവിടെയാണോ വെക്കുന്നത് ഷോപ്പുകളിൽ കൊണ്ടുവെക്കാം. പക്ഷേ പൂച്ചകൾ നമ്മുടെ വീട്ടിലെ വളർത്തുമൃഗങ്ങളെല്ലാം പിടിച്ചിട്ടതിന് ശേഷം മാത്രം വെക്കാവുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഈ ചെടിയുടെ ചോട്ടിൽ തന്നെയാണ്. കാര്യം എന്നെ നല്ലപോലെ വളർത്തിക്കൊണ്ട് വന്നതാണ് ഈ കല്യാണ സൗഗന്ധികം. അപ്പോൾ ആ ഒരു സൈഡിലാണ് വെക്കുന്നത്. അപ്പോൾ ഈ കല്യാണ സമൂഹത്തിന് ഒരുപാട് പേരുകളുണ്ട്. ആർക്കെങ്കിലും അത്ര പേരുകളൊക്കെ അറിയാമെന്നുള്ളവർ ഇത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ നമ്മുടെ ചെടികളൊക്കെ നശിപ്പിച്ച് കളയുന്ന പെരിച്ചാരികളെല്ലാം വീട്ടിൽ തുടുത്താണ് ഈ ഒരു ടിപ്പുകൾ കൂടെ നിങ്ങളൊന്ന് ചെയ്തുകൂടെ നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് കണ്ടില്ലേ, ഞാൻ ഇവിടെയാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഹോള് പോലെ ഉള്ളിടത്തോട്ടാണെങ്കിലും ഈ എലിമട ഉള്ളിടത്തോട്ടാണെങ്കിലും ഇറക്കി വെച്ച് കൊടുത്താൽ മതി. ഇത് കണ്ട് ഞാൻ ഈ സൈഡിലാണ് ഒന്ന് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. അന്നാണ് ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ ഗ്യാസ് അടുപ്പിൻ്റെ അടിയിലാണെങ്കിൽ നമുക്ക് വെക്കാവുന്നതേ ഉള്ളൂ. എലി ശല്യം ഇനി ഉണ്ടാകത്തേ ഇല്ല. 100% റിസൾട്ട് കിട്ടുന്ന ടിപ്പുകളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.